അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖത്മുൽ ഖുർആൻ്റെ 91-ാമത്തെ ക്ലാസ് സൂറത്തു തൗബയുടെ 31-ാമത്തെ ആയത്ത് മുതൽ നമ്മുടെ ക്ലാസ് ഖുർആൻ പാരായണം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഉള്ള ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാണുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اتخذوا أحبارهم ورهبانهم أربابا من دون الله والمسيح ابن مريم وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو سبحانه عما يشركون. ഇവിടെ തുടക്കത്തിൽ ഈ എന്നാണ് വായിക്കേണ്ടത്. ഇങ്ങനെയുള്ള പദങ്ങൾ അലിഫും ലാമുമാണ് വരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള തുടക്കത്തിൽ വരുന്ന അലിഫും ലാമും വരുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ ആ എന്നാണ് വായിക്കേണ്ടത്. വേറെ ഒരു സ്ഥലത്തും ആ എന്ന് വായിക്കുകയില്ല. അലിഫും ലാമും ഉണ്ടെങ്കിൽ മാത്രമേ ആ എന്ന് വായിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈന്നോ അല്ലെങ്കിൽ ഊന്നോ വായിക്കുക. അപ്പോൾ ഇവിടെ ഈ എന്നാണ് വായിക്കുന്നത്. ഇത്തഖദൂ അഹ്ബാറഹും. സാധാരണ പറയാറുണ്ട് ഇങ്ങനെയുള്ള പദത്തിൻ്റെ മൂന്നാമത്തെ അക്ഷരം നോക്കിയിട്ട്, അല്ലേ? അലിഫ് കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ ഖാ, മൂന്നാമത്തെ അക്ഷരം നോക്കിയിട്ടാണ്. മൂന്നാമത്തെ അക്ഷരത്തിന് ഫത്ഹോ കസ്റോ ആണെങ്കിൽ ഈ എന്നാണ് പറയേണ്ടത്. ലൊമ്മാണെങ്കിൽ ലൊമ്മ കൊടുത്തുകൊണ്ടാണ് വായിക്കേണ്ടത്. ഊ എന്ന വായിക്കേണ്ടത്. ഇവിടെ ഫത്ഹോ കസ്റോ ആണെങ്കിൽ ഈ എന്ന വായിക്കേണ്ടത്. അത് എല്ലാ പദത്തിലും അങ്ങനെ വരും എന്നില്ല. ഏകദേശം പദങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് വരിക. അതിനെന്ത് ചെയ്യുക? നമ്മൾ ഖുർആൻ സ്ഥിരമായിട്ട് ഓതുന്ന ആളുകളാണല്ലോ. അപ്പം എന്ത് ചെയ്യുക? പിന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോൾ അതിൻ്റെ മറ്റു വശങ്ങളൊന്നും പറഞ്ഞാൽ ചിലപ്പം തിരിഞ്ഞോളണമെന്നില്ല. അപ്പം എന്ത് ചെയ്യുക? അതിനാണ് ഉസ്താദുമാരിൽ നിന്ന് കേട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹി വൽ മസീഹ ഇബ്ന മറിയം. ഇവിടെ ഇബ്ന ഞാൻ പറയാൻ കാരണം, ഇബ്ന എന്നുള്ള പദം കണ്ടില്ലേ? ഇപ്പോൾ ഒരാൾ വൽ മസീഹ് എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് ബാക്കി ഓതുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക? മൂന്നാമത്തെ അക്ഷരം എന്താണ്? ഇവിടെ ഇബ്ന എന്നുള്ളത്. ചില സ്ഥലങ്ങളിൽ ഇബ്നു എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ലൊമ്മ നോക്കിയിട്ടാണെങ്കിൽ ഉബ്നു എന്ന് വായിക്കേണ്ടി വരും. അത് പറ്റില്ല. ഇവിടെ ഇബ്ന എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. ഇബ്ന മറിയം. ചില സ്ഥലങ്ങളിൽ ഇബ്നു എന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അവിടെ മൂന്നാമത്തെ അക്ഷരം നോക്കിയിട്ട് വായിക്കുകയാണെങ്കിൽ ഉബ്നു എന്ന് വായിക്കേണ്ടി വരും. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത് പിന്നെ നമ്മളെ പോലത്തെ ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ അത് തിരിഞ്ഞോളണമെന്നില്ല. വൽ മസീഹ ഇബ്ന മറിയമ വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദൂ ഇലാഹൻ വാഹിദ ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന് പറഞ്ഞ് നിർത്തരുത്. ഇല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. അവിടെ എന്താ? അവസാനത്തെ അക്ഷരം നിർത്തുമ്പം അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വാവിന് സുക്കൂൻ കൊടുത്താൽ അപ്പോൾ വാവ് എന്താ? ഇതിന് മുമ്പ് ലൊമ്മാണ്. അപ്പോൾ പിന്നെ നീട്ടാനുള്ളതായി മാറി. ഹു സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. അടുത്ത ആയത്ത് യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. യുരീദൂന അൻ യുത്ഫിഊ
നൂനിൻ്റെ സുക്കൂണുള്ള നൂന് വന്നു. സുക്കൂണുള്ള നൂന് എന്ന് പറഞ്ഞാൽ അൻ എന്ന് വന്നു അല്ലേ. അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പിന്നെന്താണ്, ചിഹ്നമൊന്നും ഇല്ലെങ്കിൽ സുക്കൂനാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അൻ യുത്ഫിഉ എന്ന് പറയരുത്. നൂനിൻ്റെ ശേഷം സുക്കൂണുള്ള നൂനിന് ശേഷം നൗമി, നൂന് വാവ് മീമ് യാ എന്നീ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബ അല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു നൂറഹു നാള് ഹായിന് സുക്കൂൻ കൂടെ നൂറഹ് വലൗ കരിഹൽ കാഫിറൂൻ യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബ അല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون هو الذي أرسل رسوله بالهدى ودين الحق حق نلتيبو حق ليظهره على الدين كله آئر سكونه കുല്ലിഹ് എന്ന് പറയുന്നത് കുല്ലിഹ് വലൗ കരിഹൽ മുശ്രികൂൻ നാന്നുള്ളത് സുക്കൂൻ കൊടുത്തു നൂനായി. തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, നീട്ടുകയും ചെയ്യണം. മുശ്രികൂൻ മദ് ആരിദാണ്. 34 യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാർ إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. ഫബശ്ശിർ എന്ന് പറയുന്നത് റായിൻ്റെ സുക്കൂന് മുമ്പ് കസർ വന്നാൽ മുമ്പുള്ള അക്ഷരത്തിന് ഷീ എന്നുള്ളതാണ് അല്ലേ, കസറാണുള്ളത്. അതുകൊണ്ട് ഫബശ്ശിർ എന്ന് പറയുന്നത് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. 35 يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. يوم يحمى عليها يحمى ألف കണ്ടില്ല يحمى عليها في نار جهنم في നാറി എന്ന് പറയുന്നത് ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. 36 إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات يوم خلق എന്ന് വായിക്കരുത്, ലാമിന് സുക്കൂൻ ഇല്ല. ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ഖലഖൽ എന്ന് വായിക്കും.
ഇവിടെ ലാമിന് സുക്കൂൻ ഇല്ലാത്തതുകൊണ്ട് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم വഖാതിലു എന്നാണുള്ളത്. വഖാതിലു നീട്ടാനുള്ള വന്നു. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന വന്നിട്ടുള്ള ലാമിന് സുക്കൂനുണ്ട്. വഖാതിലൂൽ എന്ന് വായിക്കൂല. എങ്ങനെ വായിക്കാം? സുക്കൂന ശബ്ദ വന്നാൽ വഖാതിലുൽ ലൂൽ എന്ന് വായിക്കൂല. നീട്ടാനുള്ള ഒഴിവാകും. വഖാതിലുൽ മുശ്രികീന കാഫ. മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായി സുക്കൂനോ ശബ്ദ വന്നാൽ മദ്ദിൽ ലാസിമാണ്. 6 ഹർക്കത്ത് നീട്ടാണ് മദ്ദാണ് മദ് ലാസിം. 3 അലിഫിൻ്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. കാഫ അവിടെ നിർത്തുമ്പോൾ കാഫത്തൻ എന്നല്ല, താഴ് സുക്കൂണുള്ള ഹായിട്ട് മാറും. വഖാതിലുൽ മുശ്രികീന കാഫ. അവിടെ നിർത്തുന്നതല്ല എങ്കിൽ വഖാതിലുൽ മുശ്രികീന കാഫതൻ കമാ യുഖാതിലൂനകും കാഫ واعلموا أن الله مع المتقين. ആയത് ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. സമയം കിട്ടിയിട്ടില്ല. ക്ലാസ് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം വലിയ മഹത്വമുള്ള ദിവസമാണ്. ഈ പവിത്രമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിലും കുടുംബത്തിലും മക്കളിലും ആരോഗ്യത്തിലും ഇബാദത്തുകളിലും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മാതാപിതാക്കൾ, സഹോദരന്മാർ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവരിലും അല്ലാഹു തആല എല്ലാം നൽകും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളും പരിപൂർണമായിട്ട് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ ഇന്ന് പലരും ഹജ്ജിന് പോകുന്നവരുണ്ട്, പോയവരുണ്ട്. റഹ്മാനെ റബ്ബെ അവർക്ക് ഇനി ആഫിയത്തും ദീർഘായുസും സിഹത്തും ഖുവ്വത്തും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. പരിപൂർണ്ണ ആഫിയത്തോടുകൂടെ കർമ്മങ്ങളൊക്കെ നല്ല റാഹത്തായിട്ട് നല്ല ഈമാനിലായിക്കൊണ്ട് തഖ്വയിലായിക്കൊണ്ട് ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ഒരു ഉമ്മ പ്രസവിച്ചതുപോലെ, കുഞ്ഞിനെ ഉമ്മ പ്രസവിച്ചതുപോലെ തിരിച്ചു വരുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജിമാർക്കുള്ള പ്രതിഫലം പഠിപ്പിച്ച കൂട്ടത്തിൽ ആ ഒരു രൂപത്തിലേക്ക് ഹജ്ജിനെ മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബെ ആ രൂപത്തിലൊക്കെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് നല്ല റാഹത്തിലായിട്ട് തിരിച്ചു വരാനുള്ള തൗഫീഖ് അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ കൊടുക്കണേ റഹ്മാനെ, അവർക്ക് നീ കൊടുക്കണേ റഹ്മാനെ. പലരും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. ഈ പവിത്രമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഓതിയ ഖിറാഅത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നോടി ഓതി നോക്കാം. സൂറത്തു തൗബയാണ്. അഊദ് മാത്രം ഓതിയാൽ മതി. أعوذ بالله من الشيطان الرجيم اتخذوا أحبارهم ورهبانهم أربابا من دون الله والمسيح ابن مريم وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو سبحانه عما يشركون يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون
يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين صدق الله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم